പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ മറ്റു പാർട്ടികളുമായി യോജിച്ചുള്ള സമരം വേണ്ട എന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ തീരുമാനം. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിജ്ഞാപനത്തിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീർച്ചയായും അതിലൊരു പാടില്ല, ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദുരുദ്ദേശമാണ്. ഇപ്പം മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. വിജ്ഞാപനത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJP സർക്കാർ അതിപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്തേക്ക് സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ രണ്ടാമത് സർപ്പ് ഒരു ഹർജി ഇപ്പോൾ ഇന്നും കൊടുക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, രണ്ട് കാര്യങ്ങൾ: ഒന്ന് ലീഗിന്റെ വ്യവഹാര വഴി, രണ്ട് ലീഗിന്റെ പ്രതിഷേധ വഴി. രണ്ട് കാര്യങ്ങളും തീരുമാനം എങ്ങനെയാണ്? പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കാരണം അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ അടിയന്തരമായിട്ട് ഇന്ന് യോഗം പാണക്കാട് ചേർന്നിട്ടുണ്ടായിരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും KPA മജീദും അതുപോലെ തന്നെ മുതിർന്ന ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടും അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുക മാത്രമല്ല, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു തീരുമാനം കൊണ്ടുവന്നതിലൂടെ ലോകരാജ്യത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ മുഖം വികൃതമായി എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്ന് സാദിഖ് അലി തിങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെതിരെ ഏത് നിയമത്തിന്റെ ഏതെല്ലാം വഴികൾ പോകാൻ സാധിക്കും ആ വഴികളൊക്കെ തന്നെ താണ്ടും, അതിന്റെ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു കേസ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടാതെയാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റൊരു കേസും കൂടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നല്ല അഭിഭാഷകനെ കൊണ്ട് തന്നെ ഈ കേസ് വാദിപ്പിക്കാനും ഒപ്പം തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പുതിയ വിജ്ഞാപനം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്താണ് ഇത്തവണത്തെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ യോജിച്ചുള്ള ഒരു സമരം ഉണ്ടാകുമോ എന്ന് ആവർത്തിച്ച നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി സമരം ചെയ്യുന്നുണ്ട്. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ സമരം ചെയ്യട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് സമരപരിപാടികൾ, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സമരപരിപാടികളുണ്ട്. അതേ സമയത്ത് യോജിച്ചുള്ള സമരപരിപാടികൾ നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹാഷ്മി. ഷഹദ് റഹ്മാനാണ്. യോജിച്ചുള്ള സമരം വേണ്ട, പക്ഷേ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും.